എല്ലാവർക്കും നമസ്കാരം. സെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പഴം, ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർത്തിട്ടാണ്. ഞാനിതിലേക്ക് ഫിലിപ്പിൻ പഴമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് റോബസ്റ്റ് പഴമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുക്കുന്ന അളവാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ നേർപകുതി എടുത്താൽ നമുക്ക് ഓരോ കേക്കിനുള്ള അളവ് കിട്ടും. വലിയ 3 നല്ല പഴുത്ത പഴമാണ് എടുക്കുന്നത്. നമുക്ക് ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു കേക്കിലേക്ക് 2 എണ്ണം എടുക്കാം. അപ്പോൾ 2 എണ്ണം എടുക്കുമ്പോൾ ഒരു 4 പഴം എടുക്കാം. ഇത് നല്ല വലുതായതുകൊണ്ടാണ് ഇതേപോലെ 3 എണ്ണം എടുത്തത്. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കേണ്ട, ഇതേപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. നല്ല പഴുത്തതല്ലേ, പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 6 കോഴിമുട്ടയാണ്. അപ്പോൾ അത് ഓരോന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിൽ നിന്ന് പതുക്കെ നമ്മൾ 5ലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോർ ഇതിലേക്ക് വേണ്ടത്, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം ഉടച്ചെടുത്തതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിന് ബേക്ക് ചെയ്യാനുള്ളത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഒന്നിൽക്ക് അങ്ങനെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനായിട്ടും എല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ്. ഇതേപോലെ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ നല്ല സ്പീഡിൽ വേണ്ട, ഞാനിത് സ്പീഡിൽ കാണിക്കണതാണ്. സ്പീഡിൽ നമ്മൾ ചെയ്തെടുക്കരുത്. ഇങ്ങനെ പതുക്കെ ആയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്കൊരു 150 ഗ്രാമോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 2 ടിന്നിലാക്കിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് 2ലേക്കും ഒരേ അളവിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാണുന്നതിനിടയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 2 ടിന്നിൽ ഒരേ അളവിലുള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ആ നിലക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായി പൊങ്ങി വരും. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സും ബനാനയൊക്കെ ചേർത്തിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 3ഉം 2 എണ്ണത്തിൻ്റെ ബാറ്റർ ഒരുമിച്ചാക്കി, പിന്നെ ഇത് 1 മാത്രമാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.